കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന് ഉദ്ഘാടനം അല്പസമയത്തിനകം. പാനൂർ തെക്കുമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും ഉദ്ഘാടനം നടക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇപ്പോൾ അല്പസമയത്തിനകം ഈ ഉദ്ഘാടനം നടക്കുന്നു. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ. സമയത്തിനകം തന്നെ രക്തസാക്ഷി സ്മാരക ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. ആദ്യം റെഡ് വോളണ്ടിയർ മാർച്ചാണ്. അതിനുശേഷം CPIM സംസ്ഥാന സെക്രട്ടറിയും MV ഗോവിന്ദൻ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംസ്ഥാന സമിതി അംഗം P ജയരാജനും പരിപാടികളിൽ പങ്കെടുക്കും. വിപുലമായ ജനപങ്കാളിത്തത്തോടുകൂടി അണികളെ അണിനിരത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് 2015 ജൂൺ 6-ന് ഈസ്റ്റ് ചെറ്റർക്കണ്ടിയിൽ വെച്ച് CPIM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നത്. അവർക്ക് വേണ്ടി രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ വിവാദത്തിന്റെയും ആകെ കേന്ദ്രബിന്ദു. പക്ഷേ CPIM ഏതെങ്കിലും നിലയ്ക്ക് അവരെ തള്ളിപ്പറയുക എന്നൊരു നിലപാടില്ല എന്നതാണ് പ്രാദേശിക നേതൃത്വവും ഒക്കെ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി വ്യക്തതയുള്ള അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ 8 വർഷമായി ഇവരുടെ രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായി ഒരു സ്മാരക മന്ദിരം എന്നത് മാത്രമാണ് ഇതിൽ പുതുതായി സംഭവിച്ചിരിക്കുന്നത് എന്നാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു വാദം. ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായാണ് ഇരുവരും കൊല്ലപ്പെട്ടത് എന്നൊരു വാദവും നിലപാട് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു തിരുത്ത് ആവശ്യമില്ല എന്നത് തന്നെയാണ് CPIM നിലപാട്. ആ നിലയ്ക്കാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ പരിപാടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്.